അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ KC മുഹമ്മദ് മൗലവി, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ജില്ലാ ഭാരവാഹികൾ, MSMൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ MSM കമ്മിറ്റി സംഘടിപ്പിച്ച ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം ഹൈസക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. അറബിക്കടലിൻ്റെ മണൽത്തരികളെ പുളകം കൊള്ളിച്ച ഐക്യ മഹാസമ്മേളനത്തിന് ശേഷം ആദർശത്തിൻ്റെ ദീപശിഖയേന്തി തമസിൻ്റെ നുകം പേറുന്ന ക്യാമ്പസുകളിൽ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമായി സജീവമാകാം എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നാം ഓരോരുത്തരും ഈ സദസ്സിനെ വിട്ടുപിരിയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അജണ്ടകളെ തീരുമാനിക്കുകയും ആദർശത്തിൻ്റെ കരുത്തോടുകൂടി വളച്ചുകെട്ടലുകളില്ലാതെ ഈ ആദർശത്തെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത്. ഹയർ സെക്കൻഡറി സമ്മേളനം ഇവിടെ സമാപിക്കപ്പെടുമ്പോൾ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഹയർ സെക്കൻഡറിയിലെ സുവോളജി പാഠപുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാവുന്ന ഒരു വാചകമുണ്ട്. ആ പാഠപുസ്തകം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ലൈഫ്, എന്താണ് ജീവിതം, എന്തിനു വേണ്ടിയാണ് ജീവിതം എന്ന് ചോദിക്കുമ്പോൾ ആ പാഠപുസ്തകത്തിന്റെ 1-ാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് മറിച്ചു നോക്കിയിട്ട് ജൈവിക ഘടനയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിച്ചെങ്കിലും എന്താണ് ജീവിതം എന്ന ഉത്തരം പകർന്നു നൽകാൻ ആ പാഠപുസ്തകത്തിന് സാധിക്കാതെ പോയിട്ടുണ്ട്. അവിടെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് മുന്നിൽ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ കേവലം സാഹിത്യകാരന്മാരുടെ നിർവചനങ്ങൾക്കപ്പുറത്ത് ജീവിതം എന്ത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇളം തലമുറ ഇത്തരം സന്ദർഭങ്ങളിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതം ഒരു കളിയാണെന്ന് പറഞ്ഞവരും, ജീവിതം ഒരു തമാശയാണെന്ന് പറഞ്ഞവരും, ജീവിതം ഒരു നേരം പോക്കാണെന്ന് പറഞ്ഞവരുമൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ് എന്ന് പറഞ്ഞ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢി പറഞ്ഞ കടങ്കഥയാണെന്ന് പറയുന്ന ആളുകൾക്ക് ചരിത്രത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ജീവിതം ഒരു കളിയാണെന്ന് തിരിച്ചറിയുമ്പോ, ജീവിതം ഒരു നേരം പോക്കാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ 4-5 പോക്കറ്റുകളുള്ള പാന്റും മൃഗത്തിന്റെ ഫോട്ടോയുള്ള ടീഷർട്ടും കയ്യിൽ പിടിക്കാൻ ഒരു മൊബൈൽ ഫോണും നെക്കി കളിക്കാൻ ഒരു ലാപ്ടോപ്പും ചവച്ചരക്കാൻ ഒരു ചൂയിങ്കവും പുകച്ചു കളയാൻ ഒരു സിഗരറ്റുമായി റമ്മിന്റെ കുപ്പിയും കയ്യിൽ പിടിച്ചങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അരുതെന്ന് പറയാൻ അവർക്ക് മുന്നിൽ സാധിക്കാതെ പോകും. യുവതലമുറ തിരിച്ചു ചോദിക്കും, ജീവിതം ഒരു കളിയല്ലേ എന്ന്. അവിടെയാണ് നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചല്ലോ, അല്ലദീ ഖലഖൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഈ ജീവിത മരണങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നന്മയുടെ പടിത്താരയിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള പരിശോധനയാണ് എന്ന തിരിച്ചറിവിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം കേരളത്തിലെ ക്യാമ്പസുകളിൽ മദ്യത്തിന്റെയും മദിരാശയുടെയും മയക്കുമരുന്നിന്റെയും അശ്ലീലതയുടെയും ആഭാസത്തിന്റെയും വേലിയേറ്റങ്ങളിൽ പോകുന്നവർക്ക് മുന്നിൽ അവരുടെ കൈക്ക് പിടിക്കാൻ കഴിയേണ്ടതുണ്ട്. നമുക്ക്
നമ്മുടെ ഉത്തരവാദിത്വം കലിമത്തുള്ള അള്ളാഹുവിന്റെ കലിമത്ത് അത് അജയ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, അധാർമികതയുടെ വേലിയേറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അണ്ഡവും ബീജവും വ്യത്യസ്ത ശരീരങ്ങളിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് സൃഷ്ടിച്ച് ഒരു ശരീരത്തിൽ ഒരിടത്ത് വെച്ച് സംയോജിപ്പിച്ച് പൂർണ്ണമാക്കി സിക്താണ്ഡമാക്കി വളർത്തിക്കൊണ്ടുവന്ന് ഉമ്മയുടെ മാറിടത്തിൽ അമ്മിഞ്ഞയൊരുക്കി സംവിധാനിച്ച ഒരു ദൈവം തമ്പുരാൻ, ആ റബ്ബുൽ ഇസ്സത്തിന് ഭയപ്പെട്ടുകൊണ്ട്, ആ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSM തീരുമാനിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനിയും കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി തലമുറക്ക് നന്മയുടെ ഭാഗധേയങ്ങൾ നിർണയിച്ചു കൊടുക്കുന്നതിനു വേണ്ടി നമുക്കിനിയും ഒരുപാട് ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. ഒരു ദിവസം ഒരു വിശ്വാസി എന്ന നിലക്ക് സുബഹ് മുതൽ ഇശാ വരെ ഫർള് നമസ്കാരം മാത്രം നിർവഹിക്കുന്നവൻ ആവർത്തിച്ച് 94 തവണ നമ്മൾ പറയാറുണ്ട് അല്ലാഹു അക്ബർ. 94 തവണ. ഇതൊരു വെറും പറച്ചിലല്ല. അല്ലാഹുവേ, നീയാണ് വലുത്, നിന്നെക്കാളും വലുതായിട്ട് എനിക്കൊന്നുമില്ല, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എനിക്കേറ്റവും വേണ്ടപ്പെട്ടത് നീയാണെന്ന് ആവർത്തിച്ച് 94 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ആ റബ്ബിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? ആ റബ്ബിന് മുന്നിൽ നമ്മളെല്ലാവരും നിസ്സഹായരാണോ? നമുക്കൊന്നും കഴിയില്ല. ആ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് കീഴെ ജീവിക്കുന്നവരാണോ എന്ന് ബോധ്യമുള്ളവരല്ലേ? വിധിവിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോ അല്ലാഹു നൽകിയതിനെ തടയാൻ കഴിയില്ല, റബ്ബ് തടഞ്ഞതിനെ നൽകാനും കഴിയില്ല എന്ന് ജീവിതത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നവരാകണം MSMന്റെ പ്രവർത്തകരെന്ന് പറയുന്നത്. 42 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ 80 വയസ്സുകാരിയായ ഉമ്മയെ മയക്കിക്കിടത്തി ഉമ്മയുടെ തമ്പിംപ്രശ്ന മുദ്രപേപ്പറിൽ വെച്ച് ഉമ്മയുടെ പേരിലുള്ള പറമ്പ് സ്വന്തം പേരിലേക്ക് മാറ്റുന്നു. എന്തിനു വേണ്ടി? ആ പറമ്പ് മറിച്ചു വിറ്റിട്ട് വേണം അവൻ ഈ ലോകത്തെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ. എന്നിട്ട് ഉമ്മയുടെ പറമ്പ് സ്വന്തം പേരിലേക്ക് മാറ്റി ഉമ്മയുടെ പറമ്പ് മറിച്ചു വിൽക്കുന്നതിന് വേണ്ടി റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരുടെ സഹായത്തോടുകൂടി ഉമ്മയുടെ പറമ്പിൽ വെച്ച് സംസാരിക്കുമ്പോ അതേ പറമ്പിൽ വെച്ച് പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീരുമാനം ഈ ലോകത്ത് നടക്കില്ല. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെയാണോ? 22 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ 19 വയസ്സുകാരിയുടെ വീട്ടിലേക്ക് രാത്രി 9 മണിക്ക് കടന്നു വന്നിട്ട് അവരുടെ ഉമ്മയോടും ഉപ്പയോടും പറയുന്നു, നിങ്ങളുടെ മകളെ എന്റെ കൂടെ വിട്ടുതരണം. ആ ഉമ്മയും വാപ്പയും അനുവദിക്കുന്നില്ല. പെൺകുട്ടി മുറ്റത്തേക്ക് കടന്നു വന്നപ്പോൾ ഇവൻ ചോദിച്ചു, നിന്റെ തീരുമാനം എന്താ? 19 വർഷക്കാലം ചോര നീരാക്കി പണിയെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് സ്നേഹത്തിന്റെ ലാഞ്ചന പോലും കാണിക്കാതെ അവൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ പോരാം. ഇറങ്ങുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ആ വാപ്പയോട് ചോദിച്ചു, ഈ വീട്ടിൽ താമസിക്കാൻ എനിക്കൊരവസരം തരണം, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാം. ആ വാപ്പ പറഞ്ഞു, ഇങ്ങനെ തമ്മാടിത്തം ചെയ്തുകൊണ്ടൊരാൾ ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചാൽ അങ്ങനെയൊരു മകളുടെ വാപ്പയല്ല ഞാനെന്ന് ഞാൻ പ്രഖ്യാപിക്കും. ഇറങ്ങുന്ന സമയത്ത് അവന്റെ അവസാനത്തെ വാക്ക്, നിങ്ങൾ ഈ വീട്ടിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിലും എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അവരിറങ്ങി ആ വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ബൈക്ക് പുറത്തിറങ്ങിയപ്പോഴേക്ക് എതിരെ വരുന്ന ഒരു ലോറി ആ ബൈക്കിലിടിച്ചു അതേ റോഡ് സൈഡിൽ പിടഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ 2 കുട്ടികളുടെ വാർത്തയുണ്ട്. ആ പെൺകുട്ടിയുടെ സഹോദരൻ എന്നോട് പറഞ്ഞു, അന്ന് മുതലാ ഞാൻ നമസ്കരിക്കാൻ തുടങ്ങിയത്. അവന്റെ അവസാനത്തെ ഒരു വാക്കില്ലേ, ജീവിക്കാൻ ഞങ്ങൾക്കറിയാം. എവിടെ? 2 ഖബറിൽ. ഒരു ഖബറിൽ ഒരുമിച്ച് കിടക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്സഹായത നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ രണ്ടത്താണി അങ്ങാടിയിലേക്ക് ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരു നായയായിരുന്നു അത്. ഞാനൊന്ന് കല്ലെടുത്തെറിഞ്ഞു, നായ പോകുന്നില്ല. ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കി നോക്കി, നായ പോകുന്നില്ല. പിന്നെന്താ രക്ഷ? ഓടുക തന്നെ. ഒരു മിണ്ടാപ്രാണിയായ നായയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ എന്ന് തിരിച്ചറിയുമ്പോ മാനമുട്ട ഉയർന്നു നിൽക്കുന്ന ആ ഒരു രൂപത്തിൽ പാറിപ്പറക്കാനും സമുദ്രത്തിന്റെ ആഴക്കടലുകളിലും നീന്തിക്കളിക്കാനും കഴിയുമെങ്കിലും റബ്ബിന് മുന്നിൽ നമ്മൾ നിസ്സഹായരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളൊക്കെ ഫക്കീറമാരാം. 8 ലക്ഷം രൂപക്ക് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന എനിക്കേറെ ബന്ധമുള്ള ഒരു സഹോദരൻ ഇന്ന് കോഴിക്കോട് അങ്ങാടിയിൽ നിത്താക്കാത്ത് കുലുക്കി സർബത്തുമായി നടക്കാം. ഒരു നിത്താക്കാത്ത് വന്നപ്പോഴേക്ക് 8 ലക്ഷത്തിന്റെ ശമ്പളം കുലുക്കി സർബത്തുമായി നടക്കുന്നിടത്തേക്ക് മാറി. ഇതാ മനുഷ്യന്റെ നിസ്സഹായത. ഈ ലോകത്ത് റബ്ബിനെ ബോധ്യപ്പെട്ടുകൊണ്ട് റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തനത്തിന്റെ മേഖലകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രബോധന പ്രവർത്തനങ്ങളെ പല രൂപങ്ങളിൽ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകണം. നമുക്ക് വിശ്രമമില്ല.
നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് മരണത്തോടുകൂടിയാണ്. നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങളുമായി ആദർശത്തിന്റെ ദീപശിഖ എന്തിയിട്ട് ക്യാമ്പസുകളിൽ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇന്ത്യയുടെ കൂടെ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ, ഇന്ത്യ രാജ്യത്തിന്റെ പരാധീനതകളെ കുറിച്ച് പറയാൻ, ഇന്ത്യ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ലോക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യാത്ര പോകുന്ന സമയത്ത് നിങ്ങളുടെ ആദർശം എന്താണെന്ന് ചോദിച്ചപ്പോ തന്റെ പൈജാമയുടെ കീശയിൽ നിന്ന് വിശുദ്ധ ഖുർആനെ പ്രതിയെടുത്തുകൊണ്ട് ഉയർത്തി കാണിച്ച് ഇതാണ് എന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന മുഹമ്മദ് അലി ജൗഹറിന്റെ ആദർശബോധം ലോക ഉച്ചകോടിയിൽ പങ്കെടുത്ത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ കരിങ്കൽ കോട്ടകളെ വിറപ്പിക്കുമാറ് പ്രഭാഷണം ആരംഭിക്കുകയാണ്. പ്രഭാഷണം ആരംഭിക്കുമ്പോ ആ യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് 5 മിനിറ്റ് സംസാരിക്കാം. ഐ ആം ദി റെപ്രസെന്റേറ്റീവ് ഓഫ് 33 crores 33 കോടി ജനവിഭാഗത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് 1 കോടി ജനവിഭാഗത്തിന് 1 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 33 മിനിറ്റെങ്കിലും ഞാൻ സംസാരിക്കട്ടെ. അവസരം കൊടുത്തു. ദീർഘമായ പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം തന്റെ സംസാരം അവസാനിപ്പിക്കുന്നത് മൈ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം said that, എന്റെ പ്രവാചകർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചപ്പോ നിർത്തണം, നിങ്ങൾ ഇവിടെ നിറങ്ങണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള വാക്കെന്താ? നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതത്തെ കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസ്ലിമാണ്. ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലീജിയൻ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ആൻഡ് ഫൈനലി ഐ ആം എ മുസ്ലിം. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കൂടെ തന്റെ മതത്തെ കൊണ്ടു നടക്കുന്ന ചരിത്രമുണ്ട് ഇന്ത്യ രാജ്യത്ത്. തുടർന്ന് നമുക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കോഴിക്കോട് അജൂർ കച്ചേരിയിലെ വളപ്പിലേക്ക് കൈച്ചങ്ങലുമായി കടത്തിക്കൊണ്ടുവരുമ്പോ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ നിന്ന് അസർ ബാങ്ക് കൊടുത്തപ്പോ ഒന്നെങ്കിൽ ഈ കോടതി വരാന്തയിൽ അല്ലെങ്കിൽ പട്ടാളപ്പള്ളിയിൽ എന്നെ കൊണ്ടുപോയി നമസ്കരിക്കാൻ അവസരം നൽകണമെന്ന് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചോദിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മുടെ ക്യാമ്പസുകൾ അധാർമികവൽക്കരിക്കപ്പെടുന്നു. ആഭാസങ്ങളുടെ പിന്നാലെ പോകുന്നു. മൊബൈൽ ഫോണുകളിലൂടെ അനർത്ഥങ്ങളും ആ രൂപത്തിലുള്ള ചിന്താധാരകളും ഒക്കെ കടന്നു പോകുമ്പോ അവർക്കെതിരെ ശീതീകരിച്ച ഇന്റർനെറ്റ് കഫേകളിൽ വിയർത്തു കുളിച്ച് അന്ധകാരത്തിന്റെ നിബിഡമായി മാറുമ്പോ അത്തരം ഇന്റർനെറ്റ് കഫേകളിൽ നന്മയുടെ വിളിയാളങ്ങൾ ഉണ്ടാകണം. വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഒക്കെ കേവലം മനുഷ്യനെ നശിപ്പിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ആദർശത്തിന്റെ പങ്കുവെക്കലായി പ്രിയപ്പെട്ടവരെ MSMന്റെ പ്രവർത്തനം നമ്മൾ ഇനിയും തുടരുകയാണ്. ക്യാമ്പസുകളിൽ നമ്മൾ വീണ്ടും തുടരുകയാണ്. ഒരു 2ാം നവോത്ഥാനത്തിന്റെ പടപ്പുറപ്പാട് മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കപ്പെടുമ്പോ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഈ ആദർശമറിയാത്ത, ഈ ആദർശത്തെ എതിർക്കുന്ന, അതിനെ വിമർശിക്കുന്ന ഒരുപാട് മുജാഹിദ് പ്രസ്ഥാനത്തെ തീവ്രവാദത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കാൻ ഒരുമ്പിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ അല്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വ കാഴ്ചപ്പാടുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭരണഘടന നൽകുന്ന ആ നിയമമനുസരിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ, ഇവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇനി പ്രോഫ്കോണിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. പെരിന്തൽമണ്ണയിൽ വെച്ച് MSMന്റെ സംസ്ഥാന സമിതി പ്രഖ്യാപിച്ച പ്രോഫ്കോണിന്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകൾ, ആ ക്യാമ്പസുകളിൽ കേവലം പുസ്തകത്തിന്റെ താളുകളിൽ കിടന്നുറങ്ങി ആ പുസ്തകത്തിന്റെ അക്ഷരത്താളുകളിൽ നിന്ന് കേവലം പഠനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആ പഠനത്തിൽ നിന്ന് ദൈവത്തെ തിരിച്ചറിയാത്ത അല്ലാഹുവിനെ ഏകനാണെന്ന് നമ്മുടെ പഠനങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഠനത്തിൽ നിന്നുള്ള അല്ലാഹുവിനെ തിരിച്ചറിയുകയാണ്, നമ്മളത് ബോധ്യപ്പെടുകയാണ്. ഓരോ ഭാഗങ്ങളെ കുറിച്ചും ആശയങ്ങളുടെ അടിത്തറകളിലേക്ക് കടന്നു ചെല്ലുമ്പോ വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ശാസ്ത്രീയ തത്വങ്ങളെ പോലും ഞാനും നിങ്ങളും തിരിച്ചറിയുന്നുണ്ട്. ഈ ലോകത്ത് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്നത് 1800-കൾക്ക് ശേഷമാണെങ്കിൽ ഈ ലോകം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനാവാത്ത തൂണുവടി എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ വചനത്തിലൂടെ ആ ശാസ്ത്രീയ സത്യത്തെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ കാലഘട്ടങ്ങൾക്ക് മുമ്പേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. പെൺതേനീച്ചയെക്കുറിച്ചും ആൺതേനീച്ചയെക്കുറിച്ചുമുള്ള പഠനം ലോകത്ത് കോൺഫറൻസിന്റെയും സമാധാമിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കടന്നു വരുന്നത് 1900-കൾക്ക് ശേഷമാണ്. കാലഘട്ടങ്ങൾക്ക് മുമ്പ്
വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം തേനീച്ച എന്ന അധ്യായത്തിലെ 68, 69 സൂക്തത്തിലൂടെ അനിത്തഹദി എന്ന പദപ്രയോഗം വഴി പെൺ തേനീച്ചയാണ് പാർപ്പിടമുണ്ടാക്കുന്നത് എന്ന കണ്ടുപിടുത്തം കാലഘട്ടങ്ങൾക്ക് മുമ്പേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോഹിയിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, സയൻസ് ഈസ് മൈ റിലീജിയൻ എന്ന് പറഞ്ഞ്, ശാസ്ത്രമാണ് എന്റെ മതമെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രത്തെ മതവൽക്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ ശാസ്ത്രത്തിനപ്പുറത്ത് ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് തന്നെ ആ ശാസ്ത്രം ബോധ്യപ്പെടുത്തുന്ന ദൈവിക ബോധ്യം, ആ ദൈവത്തിലേക്ക് ലോകത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട ആ ബാധ്യതാ നിർവഹണവുമായി നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരായ ആളുകൾ വാട്സപ്പിന്റെ സഹായത്തോടെ, ഫേസ്ബുക്കിന്റെ സഹായത്തോടു കൂടി അന്ധവിശ്വാസങ്ങൾ, മാലമൗലീദിന്റെ വാക്കുകൾ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്ക് വ്യാപനം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കിടയിൽ ഇതേ വാട്സപ്പ് കളിക്കാനുള്ളതല്ല, ഇതേ വാട്സപ്പ് നേരം പോക്കിനുള്ളതല്ല, കേവലം വിരലമർത്തികളായി മാറുന്നതിനപ്പുറത്ത് ഒട്ടകപക്ഷിയെ പോലെ തലയും മണ്ണിൽ താഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് അപ്പുറത്ത് നമ്മുടെ ആദർശത്തിന്റെ പേരിൽ നട്ടലോടുകൂടി ഉയർന്നു നിന്നുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ, വിശിഷ്യ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനത്തിന്റെ മേഖലകളിൽ MSMന്റെ വേദികളിലും MGMന്റെ വേദികളിലുമൊക്കെ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയുമൊക്കെ ആത്മാർത്ഥമായി ഉണ്ടാവുകയും സർവോപരി നിങ്ങളുടെ പ്രയത്നങ്ങൾ, ഈ പരിശ്രമം, ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.